മൈക്രോസോഫ്റ്റ് അഷ്യൂറിൻ്റെ മലയാളത്തിലുള്ള ഒരു ട്യൂട്ടോറിയൽ സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആ സീരീസിലെ 10ാമത്തെ സെഷനാണ്. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ നോക്കി മനസ്സിലാക്കാൻ പോകുന്നത് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ്സിനെ കുറിച്ചാണ്. അഷ്യൂറിൻ്റെ നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ സെഷനിൽ നോക്കി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള 1-2 സെഷൻസിൽ നമ്മൾ നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ്സ് ജസ്റ്റ് ഒന്ന് കണ്ട് മനസ്സിലാക്കി, നമ്മൾ ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. അപ്പോൾ നമ്മൾ അല്പം കൂടി കൂടുതലായിട്ട് നമ്മൾ ഇന്ന് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സെഷനിൽ. അപ്പോൾ നമുക്ക് സെഷനിലേക്ക് കടക്കാം. ഇപ്പോൾ നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്താണെന്നുള്ളൊരു ഐഡിയ നമുക്കൊന്ന് ആദ്യം നോക്കാം. നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ്, അതാണ് NSG എന്ന് ഷോർട്ട് ഫോമിൽ പറയുന്നത്. അത് നമ്മൾ യൂസ്ഡ് ടു ഫ്ലോ ദ കൺട്രോൾ ഓഫ് ട്രാഫിക്. അപ്പോൾ ട്രാഫിക് കൺട്രോൾ ചെയ്യാനാണ്. എവിടുത്തെ ട്രാഫിക്കാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഷ്യൂറിലെ റിസോഴ്സസിലുള്ള ട്രാഫിക്ക് ടു ആൻഡ് ഫ്രം, അതായത് അഷ്യൂറിൻ്റെ റിസോഴ്സസിലോട്ട് അകത്തോട്ട് പോകുന്ന ട്രാഫിക്കും അവിടെ നിന്ന് പുറത്തോട്ട് പോകുന്ന ട്രാഫിക്കും, ഈ 2 ട്രാഫിക്കിനെയും കൺട്രോൾ ചെയ്യാനാണ് NSG, അതായത് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ NSG മറ്റ് റിസോഴ്സസിനെ പോലെ, അതായത് VM ഒക്കെ നമ്മൾ സെലക്ട് ചെയ്ത് ഡിപ്ലോയ് ചെയ്യുന്നത് പോലെ തന്നെ മറ്റ് റിസോഴ്സസിനെ പോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു റിസോഴ്സാണ് NSG എന്ന് പറയുന്നത്. അഷ്യൂറിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇത് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സാണ് NSG എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ് നമ്മളിത് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ നിങ്ങൾ ഈ ഒരു ഡയഗ്രാം നോക്കുക. അതായത് ഇതൊരു വിർച്വൽ നെറ്റ്വർക്കാണ് ഈ കാണിച്ചിരിക്കുന്നത്, ഏറ്റവും പുറത്ത് ഔട്ടർ റെക്റ്റാങ്കിൾ. അതിനകത്ത് നമുക്കൊരു സബ്നെറ്റ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു നമുക്കൊരു വിർച്വൽ മെഷീനുണ്ട്. ആ വിർച്വൽ മെഷീൻ്റെ ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡാണ് ഈ ഒരു കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് കാണിച്ചിരിക്കുന്ന ഒരു ഡയഗ്രമാണ്. അപ്പോൾ നമ്മൾ നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്, നമുക്ക് ഒന്നുകിൽ നമ്മുടെ ഈ ഒരു വിർച്വൽ മെഷീൻ്റെ, അതായത് ഈ ഒരു വിർച്വൽ മെഷീൻ്റെ NICയിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാം, നമുക്കത് ബൈൻഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ വിർച്വൽ മെഷീന് മാത്രമായിരിക്കും ഈ പറഞ്ഞ നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ് നമ്മൾ കോൺഫിഗർ ചെയ്യുന്ന NSGയിൽ പറഞ്ഞിരിക്കുന്ന റൂൾസ് എഫക്റ്റീവായിട്ട് വരുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ് നമുക്ക് എൻ്റയർ സബ്നെറ്റിന് നമുക്ക് വേണമെങ്കിൽ അസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു സബ്നെറ്റിനകത്ത് ക്രിയേറ്റ് ആവുന്ന മറ്റ് വിർച്വൽ മെഷീൻസിനും ഇതേ നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ്സിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന റൂൾസ് എല്ലാം തന്നെ എഫക്റ്റീവ് ആവും. അപ്പോൾ ഇതിപ്പം നമ്മൾ ഒറ്റ വിർച്വൽ മെഷീനാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഈ സബ്നെറ്റിനകത്ത് ഇനി ക്രിയേറ്റ് ചെയ്യുന്ന മറ്റ് വിർച്വൽ മെഷീൻസിനും എല്ലാം തന്നെ നമ്മൾ ഈ NSGയിൽ പറഞ്ഞു കൊടുത്തിരിക്കുന്ന റൂൾസ് എഫക്റ്റീവായിട്ട് വരും. നമ്മൾ സബ്നെറ്റിനാണ് ഈ പറഞ്ഞ നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ് നമ്മൾ അസൈൻ ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ അങ്ങനെ 2 തരത്തിൽ നമുക്ക് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ് അസൈൻ ചെയ്യാം. ഒന്നിൽ ഒരു NICയിലോട്ട് നമുക്ക് ഓൾറെഡി ഉള്ള ഒരു വിർച്വൽ മെഷീൻ്റെ NICയിലോട്ട് അറ്റാച്ച് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു എൻ്റയർ സബ്നെറ്റിന് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പിൽ 2 ടൈപ്പ് ഓഫ് റൂൾസ് ഉണ്ട്. ഒന്ന് ഇൻബൗണ്ട് റൂൾസ് ഉണ്ട്, ഒന്ന് ഔട്ട് ബൗണ്ട് റൂൾസ് ഉണ്ട്. അപ്പോൾ ഇൻബൗണ്ട് റൂൾസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു റിസോഴ്സിലോട്ട് പുറത്ത് വേൾഡിൽ നിന്ന് വരുന്ന ട്രാഫിക്ക് നമുക്ക് എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റൂൾസാണ് നമ്മൾ ഇൻബൗണ്ട് റൂൾസിൽ നമ്മൾ എഴുതി കൊടുക്കുന്നത്. അതുപോലെ ഔട്ട് ബൗണ്ട് റൂൾസിൽ ചെയ്യുന്നത് ഒരു റിസോഴ്സിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യാനാണ് ഔട്ട് ബൗണ്ട് റൂൾസിൽ നമ്മൾ എഴുതി കൊടുക്കുന്നത് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പിൻ്റെ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡിഫോൾട്ട് സെക്യൂരിറ്റി റൂൾസ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ഡിഫോൾട്ട് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പും കൂടെ ക്രിയേറ്റ് ആയി വരും. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ആയി വരുന്ന ഒരു നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പിൽ ഡിഫോൾട്ടായിട്ട് കുറച്ച് റൂൾസ് ഓൾറെഡി അസൈൻഡ് ആയിട്ട് വരും. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ്സിൽ അലോ ട്രാഫിക് ബിറ്റ്വീൻ വിർച്വൽ മെഷീൻസ് വിത്തിൻ ദ വിർച്വൽ നെറ്റ്വർക്ക്. ഒരു വിർച്വൽ നെറ്റ്വർക്കിന് അകത്തുള്ള വിർച്വൽ മെഷീൻസ് തമ്മിലുള്ള ട്രാഫിക്ക് എപ്പോഴും അലൗഡ് ആയിരിക്കും. അത് ഡിഫോൾട്ട് റൂൾസിൽ വരുന്നതാണത്. അതായത് ഈ പറഞ്ഞ ഒരു വിർച്വൽ നെറ്റ്വർക്കിനകത്ത് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പോലെ ഒന്നിൽ കൂടുതൽ വിർച്വൽ മെഷീൻസ് ഉണ്ടെങ്കിൽ ആ വിർച്വൽ മെഷീൻസ് തമ്മിലുള്ള ട്രാഫിക് എപ്പോഴും അലൗഡ് ആയിരിക്കും. ഡിഫോൾട്ട് റൂളാണത്. പിന്നീടുള്ളത് അഷ്യൂറിൻ്റെ ലോഡ് ബാലൻസർ, നമ്മളത് പഠിച്ചില്ല. അഷ്യൂറിൻ്റെ ലോഡ് ബാലൻസറിൽ നിന്നുള്ള ട്രാഫിക്ക് അലൗഡ് ആയിരിക്കും. അതുപോലെ ഡിഫോൾട്ടായിട്ട് ഇൻബൗണ്ട് ട്രാഫിക്ക് എല്ലാം തന്നെ, അതായത് പുറത്തുനിന്ന് ഈ വിർച്വൽ മെഷീനിലോട്ട് വരുന്ന ട്രാഫിക്ക് എല്ലാം തന്നെ ഡിനേ ആയിരിക്കും ബൈ ഡിഫോൾട്ട്.
അപ്പോൾ അതാണ് നമ്മളിപ്പം നമ്മൾ IAS സെഷനെല്ലാം ചെയ്ത സമയത്ത് നമുക്ക് IAS പുറത്ത് IASൽ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വിർച്വൽ മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്ത IASൽ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന വെബ് പേജ് പുറത്ത് വേൾഡിൽ നിന്ന് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ സമയത്ത് ആ സെഷനിൽ നമ്മൾ പോർട്ട് 80 നമുക്കിവിടെ അലോ ചെയ്ത് കൊടുക്കേണ്ടി വന്നു, പുതിയ റൂൾ എഴുതിയിട്ട്. നമുക്കത് എക്സാമ്പിൾ ഒന്നുകൂടെ നോക്കാം നമുക്കിവിടെ പെട്ടെന്ന്. അപ്പോൾ അങ്ങനെയെല്ലാം ചെയ്യേണ്ടി വന്നതിന് കാരണം ബൈ ഡിഫോൾട്ട് ഇൻബൗണ്ട് ട്രാഫിക് എല്ലാ ഇൻബൗണ്ട് ട്രാഫിക്കും ഡിനേഡ് ആയിരിക്കും. അതുപോലെ ഔട്ട്ബൗണ്ട് ട്രാഫിക് എല്ലാം തന്നെ അലൗഡും ആയിരിക്കും. നമ്മുടെ ഈ നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പിൽ ബൈ ഡിഫോൾട്ട് റൂൾ വന്നിട്ട് ഔട്ട്ബൗണ്ട്, അതായത് ഒരു റിസോഴ്സിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ട്രാഫിക് എല്ലാം തന്നെ ബൈ ഡിഫോൾട്ട് അലൗഡും ആയിരിക്കും. ഇനി ഒരു നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പിൽ നമുക്ക് റൂൾ എഴുതുമ്പോൾ നമുക്ക് വേണ്ട ഇത്രയും പാർട്സ്, ഇത്രയും ഘടകങ്ങളാണ് ഒരു റൂൾ നമുക്ക് എഴുതി ഉണ്ടാക്കുമ്പോൾ അതിൽ വേണ്ടത്. അപ്പോൾ ഒരു റൂൾ എഴുതുമ്പോൾ നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്കൊരു യൂണിക്കായിട്ടൊരു നെയിം കൊടുക്കണം ആ റൂളിന്. പിന്നെ നമുക്കൊരു പ്രിയോറിറ്റി എന്നും പറഞ്ഞൊരു സംഭവമുണ്ട്, ഒരു നമ്പറാണത് കൊടുക്കുന്നത് പ്രിയോറിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പം നമ്മളിപ്പം ലൈൻ ബൈ ലൈനാണ് ഇപ്പോൾ റൂൾ എഴുതുന്നതെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ലൈൻ ബൈ ലൈൻ റൂൾ എഴുതുമ്പോൾ അതിൽ ഏറ്റവും ലോവസ്റ്റ് നമ്പറിനായിരിക്കും പ്രിയോറിറ്റി കൂടുതൽ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സെയിം റൂള് 2 പ്രാവശ്യം, ഒന്ന് ഒരു പോർട്ട് അലോ ചെയ്യാനും നമ്മൾ ഡിനേ ചെയ്യാനും നമ്മൾ 2 റൂൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ അലോ ചെയ്യേണ്ട റൂള് ഇപ്പം 100ഉം ഡിനേ ചെയ്യേണ്ട റൂള് നമ്മൾ 200ഉം പ്രിയോറിറ്റിയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ അലോ ചെയ്യേണ്ടതായിരിക്കും എഫക്റ്റീവായിട്ട് വരുന്നത്. ഇനി തിരിച്ച് ഡിനേ ചെയ്യേണ്ട റൂളാണ് നമ്മൾ 100ലും അലോ ചെയ്യേണ്ടത് 200ലും കൊടുത്തിരുന്നാൽ ഡിനേ ചെയ്യേണ്ടതായിരിക്കും ഇൻഎഫക്റ്റീവായിട്ട് വരുന്നത്. കാരണം ഏറ്റവും ലോവസ്റ്റ് നമ്പറായിരിക്കും ആദ്യം മാച്ച് ചെയ്യുന്നത് നമ്മൾ എഴുതിയിരിക്കുന്ന റൂൾ. അപ്പോൾ അങ്ങനെ വൺസ് ഒരു റൂൾ സെറ്റ് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടുത്തതിലോട്ട് പോവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും താഴെ കിടക്കുന്ന നമ്പറാണ്, അതായത് 100 ആണ് ആദ്യം നമ്മൾ റൂൾ മാച്ചിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 200ലോട്ട് പോവുള്ളൂ. അപ്പോൾ ലോവസ്റ്റ് നമ്പറിനായിരിക്കും എപ്പോഴും റൂൾ മാച്ച് ചെയ്യുന്ന സമയത്ത് പ്രിയോറിറ്റി കിട്ടുന്നത്. പിന്നെ സോഴ്സ് ഓർ ഡെസ്റ്റിനേഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കണം. സോഴ്സ് IP സോഴ്സ് അതുപോലെ ഡെസ്റ്റിനേഷൻ IP അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. നമുക്ക് എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. അതുപോലെ പ്രോട്ടോക്കോൾ TCP UDP അങ്ങനത്തെ പ്രോട്ടോക്കോൾ ഏതാണ് നമ്മൾ അല്ലെങ്കിൽ ഡിനേ ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ഡയറക്ഷൻ, ഇപ്പോൾ റൂൾ ഫോർ ഇൻബൗണ്ട് ഓർ ഔട്ട്ബൗണ്ട് ട്രാഫിക്, അത് ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കണം. നമ്മൾ അകത്തോട്ട് വരുന്ന ഒരു റിസോഴ്സിനകത്തോട്ട് വരുന്ന ട്രാഫിക്കിനാണോ റൂൾ പറഞ്ഞ് എഴുതുന്നത്, അതോ ആ റിസോഴ്സിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ട്രാഫിക്കിനാണോ നമ്മളിപ്പം റൂൾ പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അതുപോലെ പോർട്ട് റേഞ്ച്, നമ്മളിപ്പോൾ IAS ചെയ്ത കേസിൽ കണ്ടു, നമ്മൾ പോർട്ട് 80 ആണ് നമ്മൾ അലോ ചെയ്ത് കൊടുത്തത്. അപ്പോൾ പോർട്ട് 80 നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് അവിടെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഇനി അതല്ല, മറിച്ച് നമുക്കൊരു സെറ്റ് ഓഫ് റേഞ്ച് നമുക്ക് വേണമെങ്കിലും പറഞ്ഞു കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പോർട്ട് 80 മുതൽ പോർട്ട് 100 വരെ നമുക്ക് ഇൻബൗണ്ട് ട്രാഫിക് അലോ ചെയ്യണമെങ്കിൽ അങ്ങനെ റേഞ്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാം, 80-100 എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ പോർട്ട് റേഞ്ച് വെച്ചിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നീട് നമ്മളൊരു റൂൾ എഴുതിയിട്ട് അത് അലോ ആണോ ഡിനേ ചെയ്യാനാണോ എന്നുള്ള കാര്യം നമുക്ക് ലാസ്റ്റ് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു റൂൾ എഴുതുമ്പോൾ നമുക്ക് അതിൽ ചെയ്യേണ്ട ആയിട്ടുള്ള ഘടകങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മുടെ IAS തന്നെ ചെയ്ത ഒരു കേസ് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം ഇവിടെ മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട്. അതായത് ഈ ഒരു വിർച്വൽ മെഷീനിൽ ഞാനിപ്പം IAS ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് പോർട്ട് 80 ലിസൺ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഈ ഒരു IAS സെർവർ. അപ്പോൾ നമ്മൾ പുറത്തെ വേൾഡിൽ നിന്നുകൊണ്ട് നമ്മളിപ്പോൾ ആക്സസ് ചെയ്യുന്നു ആ ഒരു വെബ് പേജ്. നമ്മൾ ഈ IASൽ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന, അതായത് വെബ് സെർവർ 80ൽ റൺ ചെയ്യുന്ന വെബ് സെർവറിൽ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന വെബ് പേജ് നമ്മൾ പുറത്ത് നിന്നുകൊണ്ട് ആക്സസ് ചെയ്യുകയാണ്. അപ്പോൾ പോർട്ട് 80ലോട്ട് HTTP ഞാൻ റിക്വസ്റ്റ് കൊടുക്കുകയാണ് പോർട്ട് 80ലോട്ട് ഈ സെർവറിലോട്ട്. അപ്പോൾ അങ്ങനെ ഒരു റിക്വസ്റ്റ് വരുമ്പോൾ ഈ നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ് ബൈ ഡിഫോൾട്ട് ഈ 80 നിന്ന് വരുന്ന ട്രാഫിക്ക് ഈ വിർച്വൽ മെഷീനകത്തോട്ട് അലോ ചെയ്യില്ല. അത് കാരണം ബൈ ഡിഫോൾട്ട് ഇൻബൗണ്ട് ട്രാഫിക് ഡിനേഡ് ആണ്. അപ്പോൾ നമുക്ക് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പിൽ നമുക്ക് പറഞ്ഞു കൊടുക്കണം പോർട്ട് 80 അലോ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻബൗണ്ട് ട്രാഫിക് അലോ ചെയ്യാനായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ പുറത്തുനിന്ന് വരുന്ന ഈ ട്രാഫിക്ക് ഇതിനകത്തോട്ട് കിട്ടുകയുള്ളൂ, നമ്മുടെ വിർച്വൽ മെഷീനകത്തോട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ IAS ചെയ്ത കേസിൽ നമുക്ക് പോർട്ട് 80 അങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്ക് നമ്മൾ ചെയ്തത് ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കി മനസ്സിലാക്കാം, എങ്ങനെയാണ് നമ്മളതൊന്നും ചെയ്തതെന്നുള്ളത് കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കി മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഞാനൊരു വിർച്വൽ മെഷീൻ ഞാനിപ്പോൾ ഓൾറെഡി ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്, ഒരു വിൻഡോസിൻ്റെ വിർച്വൽ മെഷീൻ. അതിൽ ഫോർ എക്സാമ്പിൾ ഞാൻ IAS ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. IAS നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലോക്കൽ ഹോസ്റ്റ് എടുക്കുമ്പോൾ അതിൽ നമ്മുടെ IASൻ്റെ ഡിഫോൾട്ട് പേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതേ പേജ് നമുക്ക് ഇതാണ് ആ വിൻഡോസിൻ്റെ വിർച്വൽ മെഷീൻ. ആ വിൻഡോസിൻ്റെ വിർച്വൽ മെഷീൻ്റെ പബ്ലിക് API ഉപയോഗിച്ചിട്ട് നമുക്കിപ്പോൾ പുറത്ത്
വേൾഡിൽ നിന്നും ഇൻ്റർനെറ്റിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുമ്പോൾ ബൈ ഡിഫോൾട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ പോർട്ട് 80 എന്നുള്ള ട്രാഫിക്ക് ഡിനേഡ് ആണ്. ഇപ്പോൾ ഇൻബൗണ്ട് ട്രാഫിക് എല്ലാം ഡിനേഡ് ആണ് പോർട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ട്രാഫിക്കും ആ വിർച്വൽ മെഷീനിലോട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വെബ് പേജ് കിട്ടാത്തത്. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്തതുപോലെ ഇപ്പോൾ നമുക്ക് ആ ഒരു റൂൾ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ റൂൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് വിൻഡോസ് വിർച്വൽ മെഷീൻ്റെ നമ്മൾ നെറ്റ്വർക്കിംഗ് എടുക്കുക, നെറ്റ്വർക്കിംഗ് സെക്ഷൻ എടുത്തിട്ട് അവിടെ റൂൾ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബൈ ഡിഫോൾട്ട് കുറച്ച് റൂൾസ് ഇവിടെ ഓൾറെഡി ഉണ്ട്. ബൈ ഡിഫോൾട്ട് കുറച്ച് റൂൾസ് ഉണ്ട്. അതായത് ഈ 65,001 ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു 3 റൂൾസ് ഓൾറെഡി ഉണ്ട്. അത് ബൈ ഡിഫോൾട്ടായിട്ട് വരുന്ന റൂൾസാണ്. അതായത് ഞാനിപ്പോൾ ആ സ്ലൈഡിൽ പറഞ്ഞതുപോലെ വിർച്വൽ നെറ്റ്വർക്ക്സ്, അതായത് ഒരു വിർച്വൽ നെറ്റ്വർക്കിനകത്തുള്ള വിർച്വൽ മെഷീൻസ് എല്ലാം തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് അലോ ചെയ്തിട്ടുണ്ട്. അതാണ് ഇത് ആദ്യത്തെ റൂള്. അതുപോലെ അഷൂർ ലോഡ് ബാലൻസിൽ നിന്നുള്ള ട്രാഫിക് അലോ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ അല്ലാതെ ഓൾ ഇൻബൗണ്ട് ട്രാഫിക്ക് എല്ലാം തന്നെ ഡിനേഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ പോർട്ട് 80 ആക്സസ് ചെയ്യുമ്പോൾ ഇത് ബൈ ഡിഫോൾട്ട് കിട്ടാത്തത്. നമുക്ക് എക്സ്ട്രാ പറഞ്ഞു കൊടുത്താലേ അത് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഓൾറെഡി എല്ലാം ഡിനേഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ അകത്തോട്ട് ട്രാഫിക് ഇതിലോട്ട് പോകാത്തത്, നമുക്ക് ഒരു വെബ് സെർവർ ആക്സസ് ചെയ്യുന്ന സമയത്ത്. പിന്നീട് ലാസ്റ്റ് ഇപ്പോൾ കാണുന്ന ഈ ഒരു റൂൾ, അതായത് RDP എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്, അത് നമ്മൾ RDP നമ്മളിപ്പോൾ വിർച്വൽ മെഷീൻ ഡിപ്ലോയ് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് RDP അവിടെ ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മളടുത്ത് ചോദിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു ചെക്ക് ലിസ്റ്റ് നമ്മളിപ്പോൾ ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. RDPയുടെ പോർട്ട് 3389 ചെക്ക് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു റൂളും കൂടെ നമുക്ക് ഇതിൽ ആഡ് ആയിട്ട് കിട്ടുന്നത്. അല്ലെങ്കിൽ നമുക്ക് റിമോട്ട് ഡെസ്ക്ടോപ്പ് ഉപയോഗിച്ചിട്ട് ഈ ഒരു വിൻഡോസിൻ്റെ വിർച്വൽ മെഷീനിൽ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു റൂൾ നമുക്ക് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആയി വരുന്നതാണ്. നമുക്ക് RDP അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞു കണ്ടില്ലേ, സോഴ്സ് ഇപ്പോൾ എനിയാണ് കൊടുത്തിരിക്കുന്നത്. എനി മീൻസ് ഇൻ്റർനെറ്റിൽ ഉപയോഗിച്ചിട്ട് ആർക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ വിർച്വൽ മെഷീനിലോട്ട് കണക്ട് ചെയ്യാം, നമ്മുടെ IP അഡ്രസ് അറിഞ്ഞു കഴിഞ്ഞാൽ. ആക്ച്വലി അത് ഒരു സെക്യൂരിറ്റി റിസ്ക് ആണ്. നമുക്ക് ഈ സോഴ്സ് എനി എന്നുള്ളത് മാറ്റിയിട്ട് ആക്ച്വലി ഈ IP അഡ്രസ് വേണം നമുക്ക് കുറച്ചുകൂടി സെക്യൂർ ആക്കാൻ വേണ്ടി കൊടുക്കേണ്ടത്. അപ്പോൾ ഈ IP അഡ്രസ് കൊടുത്തിട്ട് നമ്മുടെ ലോക്കൽ മെഷീൻ്റെ, അതായത് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ നമ്മുടെ ഇപ്പോഴത്തെ IP അഡ്രസ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന് മാത്രമേ ഇപ്പോൾ ഈ ഡിപ്ലോയ് ചെയ്ത വിൻഡോസിൻ്റെ വിർച്വൽ മെഷീനിലോട്ട് നമ്മൾ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ പുറത്ത് ഇൻ്റർനെറ്റിൽ നിന്നും ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാമെന്നുള്ളത് വളരെ സെക്യൂരിറ്റി റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആക്ച്വലി പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റ്സിൽ അങ്ങനെ ഇടാൻ ഒരിക്കലും പാടില്ല. നമ്മളിപ്പോൾ ടെസ്റ്റിംഗ് പർപ്പസിനായതുകൊണ്ടാണ് ബൈ ഡിഫോൾട്ട് അത് തന്നെ ഇട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ എനി മാറ്റി ആക്ച്വലി IP അഡ്രസ്സ് നമ്മുടെ ലോക്കൽ നമ്മൾ ഏത് മെഷീനിൽ നിന്നാണോ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ മെഷീൻ്റെ മാത്രം IP അഡ്രസ്സ്, അത് ഒന്നോ അല്ലെങ്കിൽ ഒരു റേഞ്ചോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ ആയിട്ട് നമുക്കിവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ RDP അത് പിന്നെ സോഴ്സ് പോർട്ട് റേഞ്ച് ഏത് പോർട്ടിൽ നിന്ന് വേണമെങ്കിലും കണക്ട് ചെയ്യാമെന്നുള്ളതാണ്. ഡെസ്റ്റിനേഷൻ എനി, അതുപോലെ ഡെസ്റ്റിനേഷനും എനിന്ന് കിടക്കുന്നത് റിസ്ക് ആണ്. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മുടെ വിർച്വൽ നെറ്റ്വർക്കിലോട്ട് മാത്രം കണക്ഷൻ പോയാൽ മതി എന്നുള്ളതാക്കുന്നതാണ് കൂടുതൽ സേഫ്. നമ്മൾ ഡിപ്ലോയ് ചെയ്ത വിർച്വൽ നെറ്റ്വർക്കിലോട്ട് മാത്രം കണക്ഷൻ പോയാൽ മതി. അതല്ലെങ്കിൽ IP അഡ്രസ്സ് കൊടുക്കാം, നമ്മുടെ വിർച്വൽ മെഷീൻ്റെ IP അഡ്രസ്സ് ഇവിടെ കൊടുക്കാം കുറച്ചുകൂടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ തൽക്കാലം ഇനിയാണത് ഡിഫോൾട്ടായിട്ട് ക്രിയേറ്റ് ആയി വരുമ്പോൾ കിടക്കുന്നത്. പിന്നെ ഡിഫോൾട്ട് പോർട്ട് 3389 അതുപോലെ ഇവിടെ അലോ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. പ്രിയോറിറ്റി വന്നിട്ട് 300 എന്നും പറഞ്ഞൊരു നമ്പർ പ്രിയോറിറ്റി ക്രിയേറ്റ് ആയി വന്നു. അപ്പോൾ ഇതാണ് ഡിഫോൾട്ടായിട്ട് നമുക്ക് RDP കണക്ഷൻ വേണമെന്ന് പറയുമ്പോൾ ഈ അഷൂർ ക്രിയേറ്റ് ആക്കി തരുന്ന ഒരു റൂള് നമ്മുടെ ഇതിൽ. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കിയത്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഇനി ക്രിയേറ്റ് ചെയ്ത് നോക്കേണ്ടത്, നമുക്ക് ആ വെബ് സെർവറിലോട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് ആ ഒരു പോർട്ട് 8 നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനിവിടെ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ഇപ്പോൾ ഇൻബൗണ്ട് പോർട്ട് റൂളാണ്. കാരണം ഇൻബൗണ്ട് പോർട്ട് റൂളാണ് ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് എല്ലാം ഡിനേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കണക്ഷൻ കിട്ടാത്തത്. ഔട്ട്ബൗണ്ട് പോർട്ട് റൂൾസ് ബൈ ഡിഫോൾട്ട് എല്ലാം അലൗഡ് ആണ്. അതായത് വിർച്വൽ മെഷീനിൽ നിന്ന് പുറത്തോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം അലൗഡ് ആണ്. അത് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ വിർച്വൽ മെഷീനകത്ത് കയറിയിട്ട് നമുക്ക് പുതിയൊരു ടാബ് എടുത്ത്, കണ്ടില്ലേ ഇപ്പോൾ ഇൻ്റർനെറ്റ് ഓൾറെഡി കിട്ടുന്നുണ്ട്, ഇൻ്റർനെറ്റ് ആക്സസ് ഓൾറെഡി, അതായത് ഔട്ട്ബൗണ്ട് കണക്ഷൻ ഓൾറെഡി ഉണ്ട്, കണ്ടില്ലേ. അപ്പം ഔട്ട്ബൗണ്ട് കണക്ഷൻ ഓൾറെഡി ഉണ്ട്. അതിന് കാരണം നമുക്കിവിടെ ഈ സെക്യൂരിറ്റി റൂൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഔട്ട്ബൗണ്ട് ട്രാഫിക്സ് എല്ലാം തന്നെ അലോ ചെയ്തിട്ടുണ്ട്, ഇൻ്റർനെറ്റിലോട്ടുള്ള കണക്ഷൻ ട്രാഫിക് എല്ലാം തന്നെ അലോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വിർച്വൽ മെഷീനിൽ നിന്ന് ഇൻ്റർനെറ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഈ വിർച്വൽ മെഷീനകത്തോട്ടുള്ള ട്രാഫിക് ബൈ ഡിഫോൾട്ട് ഡിനേഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ വെബ് സെർവർ ആക്സസ് ചെയ്യണമെങ്കിൽ അതിന് നമുക്കൊരു പോർട്ട് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം, ആ ഒരു പോർട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനാണ് നമ്മൾ ഇൻബൗണ്ട് പോർട്ട് റൂളിൽ
നമ്മൾ ആഡ് ഇൻബൗണ്ട് പോർട്ട് റൂൾ ക്ലിക്ക് ചെയ്തെടുത്തിട്ട് ഇവിടെയും നമുക്കിവിടെ സോഴ്സ് നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് കൂടുതൽ സെക്യൂർ ആക്കണമെങ്കിൽ നമുക്കിവിടെ ഇനി മാറ്റിയിട്ട് IP അഡ്രസ്സ് നമ്മുടെ വിർച്വൽ മെഷീൻ്റെ IP അഡ്രസ്സ്, വിർച്വൽ മെഷീൻ്റെ അല്ല, നമ്മുടെ ലോക്കൽ ലാപ്ടോപ്പിൻ്റെ IP അഡ്രസ്സ് നമുക്കിപ്പോൾ അസൈനായി കിട്ടിയിരിക്കുന്ന നമ്മുടെ പബ്ലിക് IP അഡ്രസ്സ് ഇവിടെ കൊടുക്കണം. അത് കൊടുത്തിട്ട് വേണം നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ അങ്ങനെ മാത്രമാക്കാം. അപ്പോൾ നമ്മുടെ ലോക്കൽ മെഷീനിൽ നിന്ന് മാത്രമേ നമ്മുടെ ഈ പറഞ്ഞ വെബ് സെർവർ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. വിർച്വൽ മെഷീനിലുള്ള വേണമെങ്കിൽ അങ്ങനെ ആക്കാം. അപ്പോൾ ഇനി കൊടുത്തിരുന്നാൽ എനിവെയർ ഇൻ ദ വേൾഡ് നമുക്ക് ആക്സസ് ചെയ്യാം. അതുപോലെ ഡെസ്റ്റിനേഷൻ വന്നിട്ട് നമ്മുടെ വിർച്വൽ നെറ്റ്വർക്കിലോട്ട് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന പോലെ ആക്കാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ IP അഡ്രസ്സ് കൊടുക്കാം. ഇപ്പോൾ ബൈ ഡിഫോൾട്ട് ഇപ്പോൾ ഇനി കൊടുത്താൽ ഇതിൻ്റെ എല്ലാ കണക്ഷൻസിലോട്ടും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ബൈ ഡിഫോൾട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആക്സസ് ചെയ്യേണ്ട പോർട്ട്, അതായത് നമുക്ക് പോർട്ട് 80 ഇപ്പം നമ്മുടെ വെബ് സെർവർ റൺ ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോർട്ട് 80 നമ്മളിപ്പം ഓപ്പൺ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇവിടെ പോർട്ട് 80 എന്ന് പറഞ്ഞ് ആക്കി കൊടുക്കണം. അതല്ല നമുക്ക് ഇനി 80 മുതൽ 100 വരെ റേഞ്ച് കൊടുക്കണമെങ്കിൽ 80-100 ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്കൊരു റേഞ്ചും ഇവിടെ ഓപ്പൺ ആക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് തൽക്കാലം പോർട്ട് 80 മാത്രം അലോ ചെയ്താൽ മതി. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ പ്രിയോറിറ്റി നമുക്കിപ്പോൾ 310 എന്നും പറഞ്ഞ് ക്രിയേറ്റ് ആയി വന്നു. ഓക്കെ, ബൈ ഡിഫോൾട്ട് ക്രിയേറ്റ് ആയി വന്നാൽ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കൊരു നെയിം കൊടുക്കാം. ആ നെയിം നമുക്ക് എന്ത് ഇഷ്ടമുള്ള മനസ്സിലാവുന്ന രീതിയിൽ കൊടുക്കാം. നമുക്ക് അലോ 80 എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു നെയിം കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ആഡ് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ പോർട്ട് നമ്മൾ ആഡ് ചെയ്തിട്ട് അത് അലോ ചെയ്യാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അത് ക്രിയേറ്റ് ആയി കഴിഞ്ഞ ശേഷം, ആ റൂൾ ക്രിയേറ്റ് ആയി കഴിഞ്ഞ ശേഷം നമുക്ക് ഇപ്പോൾ സക്സസ്ഫുള്ളി ക്രിയേറ്റ് ആയി കഴിഞ്ഞു. നമുക്കിനി ഇപ്പോൾ നമ്മുടെ ആ റൂൾ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. നമുക്ക് ഇനി നമ്മുടെ ഈ വെബ് സെർവറിൻ്റെ, അതായത് നമ്മുടെ വിർച്വൽ മെഷീൻ്റെ പബ്ലിക് IP അഡ്രസ്സ് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് ആക്സസ് പോസിബിളാണ്. അപ്പോൾ കാരണം ഇപ്പോഴാണ് നമ്മൾ ആ പോർട്ട് ഓപ്പണായി കൊടുത്തത്. ഇനി നമുക്ക് അതിൽ നമുക്ക് നോക്കേണ്ടത്, നമ്മൾ ആ പോർട്ടിൻ്റെ റേഞ്ച് പറഞ്ഞു, അല്ലെങ്കിൽ പ്രിയോറിറ്റിയുടെ കേസ് നമുക്കൊന്ന് നോക്കാം. അതായത് ഇപ്പോൾ ഞാൻ അലോ 80 എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ അലോ 80 വന്നത് പോർട്ട് പ്രിയോറിറ്റി നമ്പർ വന്നത് 310 ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പുതിയൊരു റൂളും കൂടെ നമുക്ക് ചെയ്യാം. പുതിയൊരു റൂൾ നമ്മൾ ചെയ്യുന്നത് പോർട്ട് 8 നമ്മൾ ഡിനേ ചെയ്യാൻ പറയുകയാണ്. പോർട്ട് 8 ഞാൻ ഡിനേ ചെയ്യാൻ പറഞ്ഞു. അതിന് പ്രിയോറിറ്റി കൊടുക്കുന്നത്, പ്രിയോറിറ്റി നമുക്ക് ഇനി ഇത് നമുക്ക് എഫക്റ്റീവ്ലി വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോൾ നമ്മൾ പോർട്ട് 8 അലോ ചെയ്യാൻ പറഞ്ഞത് പ്രിയോറിറ്റി നമ്പർ 310 വന്നത്. അപ്പോൾ ഇനി ഇത് എഫക്റ്റീവായിട്ട് വരണമെങ്കിൽ അതിലും താഴെയുള്ള ഒരു നമ്പർ നമുക്ക് കൊടുത്താലേ ഇത് എഫക്റ്റീവായിട്ട് വരികയുള്ളൂ. കാരണം ഏറ്റവും കുറഞ്ഞ നമ്പറിനാണ് പ്രിയോറിറ്റി കൂടുതൽ കിട്ടുന്നത് അതിലെഴുതിയിരിക്കുന്ന റൂളിന്. അപ്പോൾ അതിന് നമുക്കൊരു പേര് കൊടുക്കാം, ഡിനേ 80 എന്നും പറഞ്ഞിട്ട്. ഇനി നമുക്ക് ഒന്ന് ആഡ് ചെയ്യാം. ആ ഒരു സെക്യൂരിറ്റി റൂൾ ക്രിയേറ്റ് ആയ ശേഷം നമുക്ക് വീണ്ടും ഒന്ന് നമ്മുടെ വെബ് സെർവർ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം. ഇപ്പോൾ പ്രിയോറിറ്റി 200 എന്ന് പറഞ്ഞ നമ്പർ കൊടുത്തിട്ട് ഞാൻ പോർട്ട് 8 ഡിനേ ചെയ്യാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ റൂൾ സക്സസ്ഫുള്ളി ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിനേ റൂൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കാരണം ഡിനേ റൂൾ ഇപ്പോൾ പ്രിയോറിറ്റി 200 കൊടുത്തിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം 200 കൊടുക്കുമ്പോൾ അതാണ് നമുക്ക് എഫക്റ്റീവായിട്ട് വരേണ്ടത്. ഒരല്പം സമയമെടുക്കും ഇത് റൂൾസ് ഒന്ന് എഫക്റ്റീവായിട്ട് വരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിപ്പം നമ്മൾ അലോ കൊടുത്തത് പ്രിയോറിറ്റി നമ്പർ 310 എന്നും പറഞ്ഞ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. നമ്മളിപ്പോൾ ഡിനേ കൊടുത്തത് 200 എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു പ്രൈവറ്റ് വിൻഡോ എടുത്ത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, നമ്മുടെ വെബ് സെർവർ ആക്സസ് ചെയ്ത് നോക്കാം. കാരണം നമ്മൾ അല്ലാതെ നോർമലി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാഷിൽ നിൽക്കുന്നെങ്കിൽ ആ പേജ് തന്നെ വീണ്ടും കിട്ടും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പ്രൈവറ്റ് വിൻഡോ എടുത്തിട്ട് ഞാൻ നമ്മുടെ വിർച്വൽ മെഷീൻ്റെ IP അഡ്രസ്സ് കൊടുത്തു. കണ്ടല്ലോ, ഇപ്പോൾ അത് കിട്ടുന്നില്ല. കാരണം ആക്സസ് ഞാൻ ബ്ലോക്ക് ചെയ്തു. ആ ബ്ലോക്ക് ചെയ്ത റൂളാണ് ഇപ്പോൾ എഫക്റ്റീവായിട്ട് വരുന്നത്. കാരണം അതാണ് ലോവസ്റ്റ് പ്രിയോറിറ്റി നമ്പർ കൊടുത്തത്. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു പ്രിയോറിറ്റി നമുക്ക് ഇനി അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഈ റൂൾ ഇവിടെ എടുത്തിട്ട് ഇതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ആ ഒരു റൂൾ അങ്ങ് ഡിലീറ്റ് ആയി പോയിക്കോളും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ആ റൂളൊന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അത് കുറച്ചൊരു 2-3 മിനിറ്റ്സ് എടുക്കും. ആ ഒരു പുതിയ റൂൾസ് നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ അത് എഫക്റ്റീവായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് അങ്ങനെയാണ് പ്രിയോറിറ്റീസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്, നമ്പേഴ്സ് കൊടുത്തിട്ട്. അപ്പം ബേസിക്കലി ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഈ റൂൾസ് നിങ്ങളൊന്ന് ആഡ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് നമുക്ക് ആ റേഞ്ച് വെച്ചിട്ടെല്ലാം ഒന്ന് ചെയ്ത് റൂൾസ് എല്ലാം ചേഞ്ച് ചെയ്ത് കൊടുത്ത് നോക്കുക. അപ്പോൾ അതുപോലെ അലോവും ഡിനോ എല്ലാം ചെയ്ത് നോക്കുക. അപ്പോൾ അതുപോലെ ഈ പോർട്ട് റേഞ്ച് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും. നമുക്കിനി കുറച്ചുകൂടെ കഴിഞ്ഞ് നമുക്ക് വേറെ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് IISൻ്റെ ഡിഫോൾട്ട് പോർട്ട് 80 മാറ്റിയിട്ട് നമുക്ക് 81 അല്ലെങ്കിൽ 80 എല്ലാം കൊടുത്തിട്ട് നമുക്ക് ആ പോർട്ടിലോട്ടൊക്കെ എങ്ങനെ ആക്സസ് കൊടുക്കാം അല്ലെങ്കിൽ ഡിനേ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കി മനസ്സിലാക്കാം. അപ്പം ഇത്രയൊക്കെയാണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ്സിനെ കുറിച്ച് കുറച്ചുള്ള ഒരു ബ്രീഫായിട്ടുള്ളൊരു ഐഡിയ. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ മറ്റ് ഒരുപാട് എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന ഒരു റിസോഴ്സാണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഐഡിയ നല്ലപോലെ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്കൊരു ഫയർവാൾ പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ആക്ച്വലി. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് നമ്മളെല്ലാ എക്സാമ്പിൾസിനും മിക്കവാറും എല്ലാം തന്നെ ഇതിനെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുകയോ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ എല്ലാ വീഡിയോസും ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും, അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും വിളിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ടൈം ഫിക്സ് ചെയ്തിട്ട് വിളിക്കാം. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക, ചാനലിനും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനിടയ്ക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബൈ ഫ്രണ്ട്സ്, നമുക്കിനി നെക്സ്റ്റ് സെഷനിൽ കാണാം.